ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചിദംബരത്തേക്ക് പോയത് നമ്മളുടെ പ്രാക്ടിക്കൽ എക്സാമിനാണ്. അവർ രാവിലെ തന്നെ സാരിയൊക്കെ കൊടുത്ത് റെഡിയായിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അവിടെ ഇങ്ങനെ ബൊഫേ സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്കാം. ദോശയും ഇഡലിയും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കതൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ബ്രെഡും അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് എടുത്ത് കഴിച്ചേക്കുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചതല്ല, ഞാൻ ഷോർട്സിന് വേണ്ടിയാണ് ആക്ച്വലി എടുത്തത്. അതാണ് വെർട്ടിക്കലി എടുത്തേക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാനും കാണിക്കാനും ഉള്ളതുകൊണ്ട് ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു 8:30 അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചെന്ന സമയത്താണെങ്കിൽ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞ വർഷത്തെ കണക്ക് പെട്ടെന്ന് തന്നെ എക്സാമിന് കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ സരസ്വതി പൂജയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യണം എപ്പം വിളിക്കുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഒരു സാറ് വന്നിട്ട് പറഞ്ഞു 10 മണിക്ക് എന്തോ ഒരു അവയർനെസ് ക്ലാസ് ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവരും പോണം, അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മളാണെങ്കിൽ ചാടിത്തുള്ളി പുറത്തോട്ട് ഇറങ്ങി, ചെരുപ്പ് പോലും ഇട്ടിട്ടില്ലായിരുന്നു. ഇറങ്ങി നടന്നപ്പോഴാണ് മനസ്സിലായത് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. ഒത്തിരി ആ യൂണിവേഴ്സിറ്റി മൊത്തം ഒന്ന് നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി നടന്നപ്പോഴാണ് മനസ്സിലായത്. ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു പ്ലെഡ്ജ് ആണെന്ന്. 1 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിൻ്റെ പ്ലെഡ്ജ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, കാരണം തമിഴിലായിരുന്നു. നല്ല വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി. പിന്നെ അവിടെ കുറേ ആൾക്കാർ ഫുൾ ഡാൻസ് കോസ്റ്റ്യൂമിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അവർ PG ചെയ്യുന്നവരാണ് ഡാൻസ് കോസ്റ്റ്യൂമിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ UG ആണ്ട് പ്രാക്ടിക്കൽ സാരിയാണ്. അതിൻ്റെ ഇടയിൽ ബിനിത എന്തോ മണ്ടത്തരം ഉണ്ടാ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. നമ്മൾ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ ഹോള് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ആ ഹോള് മൊത്തത്തിൽ നിറഞ്ഞ്. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഇത്ര ആൾക്കാരില്ലായിരുന്നു. ഈ വർഷം ആൾക്കാർ അധികമായിരുന്നു. കുറേ കോഴ്സസ് ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. 6 മാസത്തെ കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കിയിരുന്ന് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ച് അങ്ങനെ പോയി സൈഡും പേരും ഒക്കെ എഴുതി കൊടുത്തിട്ട് നമ്മളവിടെ നിൽക്കുകയാണ്. അവസാനം ലഞ്ച് ബ്രേക്കായി. 1:30 നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. വകയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചത്. 2 മണിയായപ്പോൾ തിരിച്ച് നേരെ യൂണിവേഴ്സിറ്റിയിലെത്തി. നമ്മളുടെ എക്സാം വന്നിട്ട് 4:30 നമ്മൾ കയറിയത് 4:30. രാവിലെ 8:30 പോയിട്ട് അപ്പോഴാണ് കയറുന്നത്. നമ്മൾ ഫുൾ ടയേർഡായി. ആ ഒരു തിരുപ്പനൊക്കെ വെച്ച് കെട്ടിയത് കാണാം. അവിടെ മാത്രം ഒരു വെയിറ്റ്, ഫുൾ ഡാൻസ് കോസ്റ്റ്യൂം ഇടുമ്പോൾ ഫുൾ വെയിറ്റും ബാലൻസ് ആയി പോകില്ല. ഇത് തലയ്ക്ക് മാത്രം ഒരു ഭാരം ഉള്ളതുപോലെ ഉണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എന്തോ നോർമൽ ആൾക്കാരുടെയും ഡാൻസ് കളിക്കുന്ന ആൾക്കാരുടെയും ഫിസിക്കൽ ഹെൽത്തോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു. സമയം കളയാനായിട്ട് അതിനകത്തും കയറി ഇങ്ങനെ അവർ പറയുന്ന കണക്ക് ചെയ്യണം. അവർ മിനിറ്റൊക്കെ എഴുതും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 4:30 നമ്മൾ വേറൊരു ടീച്ചറിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എക്സാമിന് കയറിയത്. ആദ്യം നിന്ന ടീച്ചറിൻ്റെ അടുത്ത് ഇപ്പോഴൊന്നും നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് വേറൊരു ടീച്ചറിൻ്റെ അടുത്തേക്കാണ് പോയത്. എക്സാമിനെ പറ്റി പറയാനായിരുന്നെങ്കിൽ ഈ വർഷം കുറച്ച് ടഫായിരുന്നു പ്രാക്ടിക്കൽ എക്സാം. കാരണം നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നമുക്ക് ഈസി ആയിട്ട് തോന്നിയോണ്ടാണോ എന്നറിയില്ല, ഈ വർഷം ടഫായിട്ട് തോന്നി. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി ഫ്രഷായി വന്നപ്പോൾ കിട്ടിയൊരു സുഖം നല്ലതായിരുന്നു. കാരണം രാവിലെ തൊട്ട് അങ്ങനെ റെഡിയായി നിന്നത് കാരണമായിരിക്കും കുളിച്ച് വന്നപ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് തോന്നി. അങ്ങനെ 7:30 നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നോണാണ് കഴിച്ചത്. ഈ ഒരു ഹോട്ടലിൽ നമ്മൾ കഴിഞ്ഞ വർഷവും പോയിട്ടുണ്ട്. ഇവിടെ നോണും വെജും കിട്ടും. നമ്മളുടെ സാറാണെങ്കിൽ വെജേ കഴിക്കത്തുള്ളൂ. പിന്നെ ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കും കൂടി കഴിച്ച് പിന്നെ നേരെ റൂമിൽ പോയിട്ട് ഒറ്റൊരു ഉറക്കമായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ടാറ്റാ.